ഇന്ന് നമ്മൾ ഒരു സുപ്രധാന വിഷയമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭൗമ രാഷ്ട്രീയ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. ആദ്യമായി ഐറിസ്റ്റന എന്ന ഇറാനിയൻ നാവിക കപ്പലിൽ ആ കപ്പൽ അമേരിക്ക ശ്രീലങ്കയ്ക്ക് അടുത്ത് വെച്ച് ആക്രമിച്ച് നശിപ്പിക്കുകയുണ്ടായി. അതിൽ ബോർഡ് ചെയ്ത 180ഓളം വരുന്ന നാവികരിൽ മഹാഭൂരിപക്ഷവും കൊല ചെയ്യപ്പെടുകയുണ്ടായി. ആ ധീരരായ സൈനികർക്ക് മുന്നിൽ ഒരു നിമിഷം മൗനമാചരിച്ചുകൊണ്ടാണ് ഞാൻ ഈ സംസാരം തുടങ്ങുന്നത്. മിലാൻ 2026 എന്നുള്ള സൈനികാഭ്യാസത്തിന് നമ്മുടെ സുഹൃത്ത് രാജ്യമായ ഇറാനിൽ നിന്നെത്തി ഫെബ്രുവരി 17 ഇന്ത്യയിലെത്തി. ആ സൈനികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ആ കപ്പലിനെയാണ് US അന്തർവാഹിനി ആക്രമിക്കുകയും അതിനെ മുക്കുകയും അതിലെ മഹാഭൂരിപക്ഷം സൈനികർ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. നയതന്ത്ര മര്യാദകളുടെ ലംഘനമാണ്. ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത കാടത്തമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുഹൃത്ത് രാജ്യത്തെ നമ്മൾ സൈനികാഭ്യാസത്തിന് ക്ഷണിക്കുകയും അവരെ ഹോസ്റ്റ് ചെയ്യുകയും അവരാ ഭംഗിയായ സൈനികാഭ്യാസം പൂർത്തിയാക്കുകയും അങ്ങനെ അത് പൂർത്തിയാക്കി മടങ്ങുന്ന ഘട്ടത്തിൽ അവർ അമേരിക്കൻ അന്തർവാഹിനിയാൽ ആക്രമിക്കപ്പെടുക അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ആ സമയത്ത് ഇന്ത്യ കുറ്റകരമായ മൗനം പാലിക്കുകയാണ്. ഇറാൻ എന്നുള്ള സുഹൃത്ത് രാഷ്ട്രത്തെ സൈനികരെ കൊന്ന അമേരിക്കൻ കാട്ടാളത്വത്തിനെതിരെ ഇന്ത്യ മൗനം പാലിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ ജിയോ പൊളിറ്റിക്കൽ ഏരിയയിൽ ഇന്ത്യയുടെ നയതന്ത്ര ഡോമിനൻസിനെ കുറിച്ച് സംസാരിക്കാം. ഒരു കാലത്ത് നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളെ മാറ്റി നിർത്തിയാൽ ശ്രീലങ്ക, മാലിദ്വീപ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ എല്ലാ രാജ്യങ്ങൾക്കും മേലെ ഇന്ത്യയുടെ നയതന്ത്ര പ്രാമാണികത്വം ഉണ്ടായിരുന്നു. അത് സൗഹൃദപരമായത്, അതൊരു കേവലം ഒരു കമാൻഡിങ് ആയ ഒന്നല്ല, നേരെ മറിച്ച് വളരെ നല്ല പാരസ്പര്യത്തോടു കൂടിയുള്ള നയതന്ത്ര ബന്ധമായിരുന്നു, നയതന്ത്ര പ്രാമാണികത്വമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ഏതെങ്കിലും രാജ്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശ്രീലങ്ക വിശ്വസിക്കുന്നുണ്ടോ? മാലിദ്വീപ് വിശ്വസിക്കുന്നുണ്ടോ? ഈ ഏതെങ്കിലും അയൽ രാജ്യങ്ങൾ, നേപ്പാൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? ഇന്ത്യക്കൊരു നയതന്ത്ര നിലപാടില്ല. നമുക്കറിയാം, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ നാം, ചേരിചേര പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക അംഗമാണ് ഇന്ത്യ. ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ബഹുദ്രവ ലോകം നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. സാമ്രാജ്യത്വ ലോകത്തിനെതിരെ ഒരു ബഹുദ്രവ ലോകം നിലനിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. പേരിന് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ചേരിചേരാ പ്രസ്ഥാനം എന്നാണ് പേരെങ്കിലും അന്ന് നിലനിന്ന സോഷ്യലിസ്റ്റ് ബ്ലോക്കിൻ്റെ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു പരോക്ഷമായി നാം ചെയ്ത കാര്യം, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ചെയ്ത കാര്യം.
ആ കാലത്തെ ലോക അവസ്ഥ, ലോകത്തിൻ്റെ വ്യവസ്ഥ, ആ വ്യവസ്ഥ ഇന്നില്ല. ഇന്ന് ഏകദ്രവ ലോകമാണ്. അമേരിക്കയ്ക്ക് എവിടെയും കടന്നു കയറാം, ആരെയും ആക്രമിക്കാം. ഏത് രാജ്യാതിർത്തിക്കുള്ളിലും കടന്നു കയറി ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും ഒക്കെ ബന്ദിയാക്കി അമേരിക്കയിലെ തടവറയിൽ കൊണ്ടിടാം. ചോദിക്കാൻ ആരുമില്ല. ഇത്തരം തെമ്മാടി രാഷ്ട്രത്തിൻ്റെ സിൽബന്തി രാഷ്ട്രമായി ഇന്ത്യ മാറി എന്നുള്ളത് സങ്കടകരമാണ്. ലോകത്തെ എല്ലാ സാമന്ത രാജ്യങ്ങൾക്കും വന്ന ഗതി ഇന്ത്യക്കും വരാൻ പോവുകയാണ്. ഈ പറഞ്ഞ ആക്രമണം ഇന്ത്യക്ക് നേരെ വരുന്ന ആളെ ഒരാളും സംസാരിക്കാനുണ്ടാവില്ല, ഒരു അയൽ രാജ്യവും സംസാരിക്കാനുണ്ടാവില്ല, ഒരു സുഹൃത്ത് രാജ്യവും സംസാരിക്കാനുണ്ടാവില്ല. കാരണം എല്ലാ രാജ്യങ്ങളെയും നമ്മൾ വെറുപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ എക്കാലത്തും സുഹൃത്തായ റഷ്യ, പഴയ സോവിയറ്റ് യൂണിയൻ, ഈ റഷ്യ ഏത് ദുർഘട സാഹചര്യത്തിലും, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്താണ് ഇന്ത്യയെ ആക്രമിക്കാൻ അമേരിക്കൻ ഭരണകൂടം തീരുമാനിക്കുകയും അവരുടെ കപ്പൽപ്പടയെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് അയക്കുകയും ചെയ്ത കാലത്ത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുത്തു, അദ്ദേഹം ഒരു ആജ്ഞ കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആജ്ഞ പുറപ്പെടുപ്പിച്ചു. ഇന്ത്യയെ ആക്രമിക്കുന്നത്, ഇന്ത്യ ഞങ്ങളുടെ സഖ്യരാജ്യമാണ്, സുഹൃരാജ്യമാണ്, ഇന്ത്യയെ ആക്രമിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമായി ഞങ്ങൾ കണക്കാക്കും. ആ ഒരൊറ്റ കമാൻഡാണ് അന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിന് തൊട്ടടുത്തെത്തിയ അമേരിക്കൻ കപ്പൽപ്പടയെ തിരിഞ്ഞോടാൻ പ്രേരിപ്പിച്ചത്. അത് ജിയോ പൊളിറ്റിയിൽ നമ്മൾ ആ കാലത്ത് നേടിയ ആധിപത്യത്തിൻ്റെ, പ്രാമാണികത്വത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. എന്നാൽ തൊട്ടെല്ലാ അയൽ രാജ്യങ്ങളെയും സുഹൃരാജ്യങ്ങളെയും വെറുപ്പിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുക്കാതെ അവരെ അവിശ്വസിച്ചുകൊണ്ട് അമേരിക്കൻ സാമന്ത രാജ്യമായിട്ടുള്ള നമ്മുടെ പരിണാമം, ആ പരിണാമം ഉണ്ടാക്കാൻ പോകുന്ന ഭാവി രാഷ്ട്രീയ സംഭവ വികാസങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അമേരിക്കൻ സാമന്ത രാജ്യങ്ങൾക്കും ഒരു വിധിയുണ്ട്. ആ വിധി എന്നുള്ളത് എക്കാലത്തെയും അടിമത്തമാണ്, ശബ്ദമില്ലാത്ത അടിമത്താണ്, നിവർന്നു നിൽക്കാൻ പറ്റാത്ത അടിമത്താണ്. ആ അടിമത്തത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധിച്ചേ പറ്റുള്ളൂ, പ്രതിരോധിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് ദീർഘകാലത്തേക്ക് ഇന്ത്യക്ക് ഉണ്ടാക്കാനിടയുള്ള കാര്യമാണ്. ഈ അടിമത്തം ഹ്രസ്വകാലത്തേക്ക് നിലനിൽക്കുന്നതല്ല. ഈ ഡിപ്ലോമസി ദുർബലത എന്നുള്ളത് ഹ്രസ്വകാലത്തേക്ക് നിലനിൽക്കുന്നതല്ല, ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഒന്നാണ്. നമുക്ക് ഈ നയതന്ത്ര പ്രാമാണികത്വം നമുക്ക് വീണ്ടെടുക്കാൻ ഇനി എത്ര പതിറ്റാണ്ടുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നമ്മൾ സൃഷ്ടിച്ച അവിശ്വാസത്തിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ എത്ര പതിറ്റാണ്ടുകൾ ഇനി കാത്തിരിക്കേണ്ടി വരും? വലിയ ചോദ്യമാണ്, വലിയ ചോദ്യമാണ്. ഉത്തരമില്ലാത്ത, ഇപ്പോൾ നമുക്ക് യാതൊരു ഉത്തരവുമില്ലാത്ത ചോദ്യമാണ്. സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ ഗോഡി മീഡിയ എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ പോലും തിരുത്തി പറഞ്ഞു. മാധ്യമങ്ങൾ പോലും ഈ സംഭവത്തെ തള്ളിക്കളയുന്ന അവസ്ഥ വന്നു. അപ്പോഴും ഇവിടെയുള്ള സംഘപരിവാർ ഭരണകൂടം അമേരിക്കയ്ക്ക് വിടുവേല ചെയ്യാൻ, ട്രംപിന് വിടുവേല ചെയ്യാൻ, അത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്താണ് നമുക്ക് നേട്ടം? നമുക്ക് എന്താണ് നേട്ടം? നിർണായക സമയത്തെല്ലാം അമേരിക്ക നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അമേരിക്ക എന്നും പാകിസ്ഥാൻ പക്ഷത്താണ് നിലനിൽക്കുന്നത്. വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ ഈ ഏറ്റവും പുതുതായിട്ട് വന്ന തീരുവ, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ 0 തീരുവയാണ്. എന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ 19% ആണ് തീരുവ. അമേരിക്കൻ സെനറ്റർമാർ പോലും തന്നെ ഇതിലെ പൊള്ളത്തരങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയോട് എടുക്കുന്ന ഈ നിലപാടിൻ്റെ പൊള്ളത്തരങ്ങൾ അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴും നേരം വെളുക്കാത്ത കുറേ പണ്ഡിതന്മാർ നാഗപ്പൂരിലെ ഹെഡ് ക്വാർട്ടേഴ്സിലിരുന്ന് ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കാം, കൈകൊണ്ടല്ല എന്ന് മാത്രം. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് നമുക്ക് അല്പം പ്രക്ഷുബ്ധതയോടെ, വിക്ഷുബ്ധതയോടെ അല്ലാതെ പറയാൻ കഴിയില്ല.
ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അല്പം വിക്ഷുബ്ധതയോടല്ലാതെ നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ, സ്വതന്ത്രമായ വ്യക്തിത്വം ഉണ്ടാവണം. കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. നമ്മൾ കെട്ടിഘോഷിക്കുന്നുണ്ടല്ലോ, ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ്ഘടനയാണ്. ആ സമ്പദ്ഘടനയാണ് അമേരിക്കയ്ക്ക് സാമന്തപ്പണിയെടുക്കുന്നത്. പൊട്ടിത്തെറിയൊക്കെ അല്ലാതെ നമുക്ക് മാർഗമില്ല. ജനങ്ങളെ പ്രതിരോധത്തിനായി ഇറക്കി വിടുക എന്നല്ലാതെ നമുക്ക് മാർഗങ്ങളില്ല. ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നല്ലാതെ നമുക്ക് മാർഗങ്ങളില്ല. ജനങ്ങളെ സമരസജ്ജരാക്കുക എന്നല്ലാതെ നമുക്ക് മാർഗങ്ങളില്ല. ഈ ഭരണകൂടത്തെ, അവരുടെ നയങ്ങളെ, നിലപാടുകളെ തുറന്നു കാട്ടുക എന്നുള്ളതാണ് യഥാർത്ഥ രാജ്യസ്നേഹി ചെയ്യേണ്ടത്. ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്ന രാജ്യസ്നേഹി ചെയ്യേണ്ടത്. ഇന്ത്യൻ ദേശീയതയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന രാജ്യസ്നേഹി ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി ഇറാനിലെ ഐറിസ്റ്റാനയിലുള്ള കൊല ചെയ്യപ്പെട്ട നാവികർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.